മതദ്വേഷം ഉണ്ടാവണമെങ്കിൽ മറ്റൊരുത്തൻ മോശക്കാരനാവണം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്കെതിരെ പറയും. ഒരു അപരവൽക്കരണം നമ്മൾ പറയും. ഞാൻ എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എൻ്റെ രീതി, എൻ്റെ രാഷ്ട്രീയം എന്താവട്ടെ, മറ്റൊരു അപരൻ, നമ്മൾ, അവർ എന്ന് അങ്ങനെ പാടില്ല എന്നാണ് നമ്മുടെ വന്നത്. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയം വളരെ കാലം പുരോഗമിച്ചത്. നേരെ മറിച്ച് വടക്കേ ഇന്ത്യയിൽ ഇതിങ്ങനെയല്ലായിരുന്നു. വടക്കേ ഇന്ത്യയിൽ പതുക്കെ 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 ഒരു സമൂഹത്തെ, ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തെ, വിവിധ ജാതികളിൽപ്പെട്ട ശ്രേണികളിൽപ്പെട്ട ആളുകളെ ഹിന്ദുവൽക്കരിക്കാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ച ഒരു സാധനം അപരവൽക്കരണമാണ്, ഇസ്ലാമോഫോബിയ. നമ്മുടെ ശത്രുക്കൾ, ഇപ്പോൾ RSSന്റെ 100ാം വാർഷികം വരെയാണ്. RSSന്റെ ഗ്രന്ഥത്തിൽ അന്നും ഇന്നും അവർ പറഞ്ഞിട്ടുണ്ട്, എന്താ, ഇന്ത്യക്ക് 3 ശത്രുക്കളുണ്ട്. അത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ശത്രുവല്ല, കാരണം അത് വേറെ പ്രശ്നം. അപ്പോൾ അവർ വലിയ ശക്തിയല്ല. അപ്പോൾ ഹിന്ദുക്കൾക്ക് ശത്രുവായി വരുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമാണല്ലോ ഏറ്റവും വലിയ ന്യൂനപക്ഷം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും അവരുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തും ഇല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമോഫോബിയ അപരവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി ഒരു സ്ഥലത്ത് നിർത്തുകയാണ്.